ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ NMMS ക്ലാസ്സിൻ്റെ പാർട്ട് 3 സ്വാഗതം. ഇന്നത്തെ പാർട്ടിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ ആദ്യത്തെ ക്ലാസ്സാണിത്. ബയോളജിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6 ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് നേരെ കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഈസ് ഇറ്റ് നെസസറി ടു പ്രിപ്പയർ സോയിൽ ബൈ ഡാഷ്? ഏതാണ് ഈ ഓപ്ഷൻസ് എന്നാണ് പറയേണ്ടത്. ഇറിഗേഷൻ ആണോ, ടൈലിംഗ് ആണോ, ലെവലിംഗ് ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് എബവ് ആണോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു 2 സെക്കൻഡ് എല്ലാവരും നിങ്ങളുടെ ബുക്കിലൊന്ന് പെട്ടെന്ന് എഴുതിയേ ആൻസർ തെറ്റിക്കോട്ടെ, അത് കുഴപ്പമില്ല, നമ്മൾ പഠിക്കുകയല്ലേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഞാൻ മാർക്ക് ചെയ്യാൻ പോവാണേ, ഓൾ ഓഫ് ദി എബവ് ആണ്. കാരണം ഈ സോയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ ഇറിഗേഷൻ ചെയ്യണം, ടൈലിംഗ് ചെയ്യണം, പിന്നെ ലെവലിങ്ങും ചെയ്യണം. ഈ 3 ചെയ്യണം. അതാണ് ഓൾ ഓഫ് എബവ് വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനി ഓർഗാനിക് മാറ്റർ ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് ഓർ ആനിമൽ വേസ്റ്റ് ഈസ് കോൾഡ് ഡാഷ്? പ്ലാന്റ് വേസ്റ്റിൽ നിന്നോ ആനിമൽ വേസ്റ്റിൽ നിന്നോ കിട്ടുന്ന ഓർഗാനിക് മാറ്റർ. അതിന് നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. ഇവിടെ ഈ ഓർഗാനിക്കും നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ മനസ്സിലാവും. ഈ 4 നിന്ന് നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ? എന്തായാലും നിങ്ങൾക്ക് ഒരു ക്ലൂ വന്നു. ഇപ്പോൾ നിങ്ങളെല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ശരി ഉത്തരം. ഓർഗാനിക് മെന്യൂറാണ് ശരി ഉത്തരം. ഈ 2 ക്വസ്റ്റ്യൻസ് കറക്റ്റായി കിട്ടിയവർ കമൻറ്റ് ബോക്സിൽ ഒരു ഹാർട്ട് ഇമോജി ഇടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള ഹാർട്ട് ഇമോജി ഇടുക. അടുത്ത 2 ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ കിടക്കുകയാണ്. 3ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോയിങ് അനദർ ക്രോപ്പ് ഓൾട്ടർനേറ്റീവ്ലി ഈസ് കോൾഡ് ഡാഷ്? ഗ്രോയിങ് അനദർ ക്രോപ്പ് ആൾട്ടർനേറ്റീവ്ലി ഈസ് കോൾഡ് ഡാഷ്? ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. പ്ലവിങ് ആണോ, ക്രോപ്പ് റൊട്ടേഷൻ ആണോ, മെന്യൂറിങ് ആണോ, ഫെർട്ടിലൈസേഷൻ ആണോ? ഇതിൻ്റെ അകത്ത് ഏതാണ് നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ശരിയാക്കിയ ഒരു പുലികളാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓപ്ഷൻസ് വായിച്ചുതരാം. പ്ലവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അത് സോയിൽ പ്രിപ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ട്. പിന്നെ മെന്യൂറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെന്യൂർ കൊടുക്കുകയാണ്. പിന്നെ ഫെർട്ടിലൈസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്തായാലും ആ മെത്തേഡ് എന്തായിരിക്കും? ക്രോപ്പ് റൊട്ടേഷൻ ആയിരിക്കും. അപ്പോൾ ക്രോപ്പ് റൊട്ടേഷൻ ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെയിൽസ്, ഫിൻസ് ആൻഡ് ബോൺസ് ഓഫ് ഫിഷ് ആർ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഡാഷ്? മീനുകളുടെ വാല്, ചെതുമ്പല്, പിന്നെ ബോണൊക്കെ എന്തുണ്ടാക്കാനാണ് ഉപയോഗിക്കുക എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് ഞാൻ വായിച്ചുതരാം. ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനാണോ, അഡിസീവ്സ് ഉണ്ടാക്കാനാണോ, അല്ലെങ്കിൽ ബോത്ത് A and B ആണോ, അല്ലെങ്കിൽ നൺ ഓഫ് എബവ് ആണോ? ഏതായിരിക്കും ആൻസർ? ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എളുപ്പമാണ്. ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാനും നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്, അഡിസീവ്സ് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബോത്ത് A and B ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുകയാണെങ്കിൽ. നമുക്ക് അടുത്ത 2 ചോദ്യങ്ങളിലോട്ട് കടക്കാം. ലാസ്റ്റത്തെ സെറ്റ് ചോദ്യങ്ങളാണ്. 5ാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ഫ്രഷ് വാട്ടർ ഫിഷ്? ഇസും വരാം, ആറും വരാം. ഒന്നോ ഒന്നിൽ കൂടുതലോ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ആലോചിക്കാം, ലേബിയോ ആണോ, റോഹു ആണോ, ബോത്ത് A and B ആണോ, അല്ലെങ്കിൽ ടൂണയാണോ? ടൂണ ഫ്രഷ് വാട്ടർ ഫിഷ് ആണോ? നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ. ടൂണ ഫ്രഷ് വാട്ടർ ഫിഷ് അല്ല. അപ്പം എൻ്റെ അകത്ത് എന്താ ബാക്കിയുള്ളത്? ലാബിയോയും റോഹും. അപ്പം എന്തായിരിക്കും ആൻസർ? ലാബിയോ ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്, റോഹും ഫ്രഷ് വാട്ടർ ഫിഷ് ആണ്. അപ്പോൾ ബോത്ത് A and B ആയിരിക്കും അതിൻ്റെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദി ഫിഷ് ഫാം ഈസ് കോൾഡ് ഡാഷ്? ഫിഷ് ഫാം ഈസ് കോൾഡ് ഡാഷ്? ഫിഷ് ഫാമിനെ നമ്മൾ എന്ത് വിളിക്കും?
ഹാച്ചറി എന്നാണോ, അപ്പിയറി എന്നാണോ, കോമ്പ് എന്നാണോ, അല്ലെ ഹൈവ് എന്നാണോ? ഏതാ വിളിക്കുക? ഹാച്ചറി ആണോ, അപ്പിയറി ആണോ, കോമ്പാണോ, ഹൈവ് ആണോ? ഏതായിരിക്കും? ഇതിൻ്റെ ആൻസർ ഞാനൊന്ന് പറഞ്ഞുതരാം. ഹാച്ചറി ആണ് അതിൻ്റെ ആൻസർ. ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരുന്നൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഫിഷ് ഫാമും അങ്ങനത്തെ കുറേ ഫാമുകളെ കുറിച്ച് എന്തായാലും ചോദിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പഠിച്ചിട്ടേ പോകാവൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.